ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. അടുത്ത മാസം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ രജനീകാന്തിന്റെ കരിയറിലെ അടുത്ത വൻ സിനിമയായ കൂലി. ലോകേഷിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായി എത്തുന്ന സിനിമയിലെ ഏറ്റവും അവസാനത്തെ ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് ബോളിവുഡ് താരം ആമിർ ഖാന്റെ ക്യാരക്ടർ പോസ്റ്ററാണ്. ഈ കാണുന്ന ഒരു പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ന് ഏറ്റവും പുതുതായിട്ട് സിനിമയുടെ അവസാനത്തെ പോസ്റ്ററായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൂലി പോസ്റ്റർ എത്തിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു കിടിലൻ പോസ്റ്റർ തന്നെ പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകേഷിന്റെ തന്നെ മുൻ സിനിമ ലിയോയിലെ വിജിയുടെ ലുക്ക് ഓർമ്മിപ്പിക്കുന്ന ലെവൽ ഒരു പോസ്റ്ററാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വൻ അപ്ഡേറ്റുകളെല്ലാം തന്നെ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരാനായിട്ട് ഒരുങ്ങുകയാണ്. കാത്തിരിക്കാം കൂലിയുടെ റിലീസിന് മുന്നുള്ള അടുത്ത വാർത്തകൾക്ക്. 2025 എന്ന വർഷത്തിന്റെ ആദ്യ പകുതി പൂർത്തിയാക്കുമ്പോൾ മലയാള സിനിമ ഒരിക്കലും ഇതുവരെ കാണാത്ത ലെവൽ കളക്ഷനും ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തുടർച്ചയുള്ള പല നേട്ടങ്ങളിലൂടെയാണല്ലോ മലയാള സിനിമ ഇൻഡസ്ട്രി കടന്നു പോകുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലാലേട്ടനാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ലാലേട്ടന്റെ L2 എമ്പുരാൻ അതോടൊപ്പം തന്നെ തുടരും എന്നീ രണ്ട് സിനിമകളിലൂടെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി 500 കോടിയോളം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കണ്ടത്. ഈ വർഷത്തിന്റെ ആദ്യ 6 മാസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട മേഖലയായ ഓവർസീസ്, അതായത് വിദേശ രാജ്യ കളക്ഷനിലെ തലപ്പത്തുണ്ട് ലാലേട്ടന്റെ രണ്ട് സിനിമകൾ എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അത് ഓവർസീസിൽ $10 മില്യൺ സിനിമകളിൽ ഈ വർഷം കളക്ഷൻ കടന്ന സിനിമകളെ കുറിച്ചാണ്. 3 സിനിമകളാണ് ഈ വർഷം ഇതുവരെ ആദ്യ 6 മാസത്തിൽ $10 മില്യൺ മുകളിൽ ഓവർസീസിൽ കളക്ഷൻ കടന്നിരിക്കുന്നത്. അതിൽ 1ാം സ്ഥാനത്ത് എമ്പുരാൻ ആണെങ്കിൽ 2ാം സ്ഥാനത്ത് തുടരും, 3ാം സ്ഥാനത്ത് ചാവ എന്നിങ്ങനെ 3 സിനിമകളാണ്. ഇതിൽ എമ്പുരാൻ എന്ന 1ാം സ്ഥാനത്തുള്ള സിനിമ $16 മില്യൺ മുകളിലാണ് ഓവർസീസിൽ കളക്ഷൻ നേടിയെടുത്തത്. അതായത് 100 കോടിയിലധികം കളക്ഷൻ. ഈ പറഞ്ഞ 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാനായിട്ടും കേരളത്തിൽ പോലും 50 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ട് പെടാപ്പാടുപെടുന്ന നടന്മാരെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയേണ്ടതില്ലല്ലോ. സൽമാൻ ഖാൻ സിനിമ, അജിത് സിനിമ, ആമിർ ഖാൻ സിനിമ തുടങ്ങിയ നിരവധി വലിയ താരങ്ങളുടെ സിനിമകളെല്ലാം തന്നെ എത്തിയിട്ടും ഓവർസീസിൽ $10 മില്യൺ ലാലേട്ടിന് 2 ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ 2 സിനിമകളും ടോപ്പ് 2-ൽ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏത് ലെവലാണ് ലാലേട്ടൻ പവർ എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ലാലേട്ടൻ സിനിമകളുടെ നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾക്ക്.